ഹലോ കുട്ടീസ്, ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇത് ഓട്ടോയിലാണ് പോണത്. ഞാൻ മാത്രമല്ല, ചേച്ചിയുണ്ട്, അമ്പോസുണ്ട്, കുഞ്ഞുണ്ട്, എല്ലാവരും കൂടെ ദേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വഴിയിലൊരു ഹിറ്റാച്ചി കണ്ടേ. അപ്പോൾ ചേച്ചി എൻ്റെ കുഞ്ഞിനെ അത് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, ഹിറ്റാച്ചി പോകുന്നത്. പോണ വഴിയൊക്കെ നല്ല സൂപ്പറാണ്. കണ്ടോ, തോടും പാടമൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാതെ. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ മുറ്റത്ത് തന്നെ ഞങ്ങൾ നോക്കി നിൽപ്പുണ്ട്. ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു, ഫുള്ള് ഇപ്പോൾ കണ്ണാര വെച്ച്, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അത് കുറേ നാൾ ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി. പണ്ട് ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ചെടികളൊക്കെ. പണ്ടേ ചേച്ചി കുഞ്ഞായിട്ട് ഇറങ്ങുന്നുണ്ട് അങ്ങോട്ട്. അമ്പാടി വന്ന പാടെ പൂച്ചേനെ കാണാൻ വേണ്ടിയിട്ട് ഓടി. പേടിയാണ് ആൾക്ക്, എന്നാലും അവനവിടെ പൂച്ചേനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും ഞാനും കൂടെ അതിൻ്റെ പുറകെ പോവുകയാണ് പൂച്ചേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂച്ച ഞാനൊന്നും അറിഞ്ഞില്ല, രാമനാരായണ എന്നുള്ള രീതിയിലാണ്ട് പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. അമ്പാടനെ കണ്ട് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. എന്തൊരു അവിടെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് പതിയെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയപ്പാണ്ട് ഞാൻ മേശപ്പറ ഫുള്ള് കൊള്ളായി കിടക്കണം. ഇനി അതെല്ലാം പതിയെ സെറ്റപ്പാക്കി എടുക്കണം. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ എൻ്റെ ബ്രെഡ് ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അടുക്കള ചെന്നപ്പോൾ എൻ്റെ അമ്മച്ചി ചിക്കൻ പണിയിലാണ്. അപ്പോൾ അമ്മച്ചി അവിടെ ചിക്കൻ പണി നടത്തട്ടെ. ഞാനപ്പോൾ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ച് വീടും പരിസരമൊക്കെ വന്ന് നോക്കിയേക്കാം. അപ്പോൾ ആണ്ടിത് ബാക്ക് വശമാണ് വീടിൻ്റെ. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ കൊച്ചിൻ്റെ ഒരു മീൻകുളം ഉണ്ടായിരുന്നു. മീൻകുളമല്ല, ഫ്രിഡ്ജിൻ്റെ ഒരു പെട്ടിക്കകത്തോ മീൻ വളർത്താൻ നോക്കി. അപ്പോൾ അതിൻ്റെ അകത്തൊരു വെള്ളത്തിപ്പാറ്റ് പോലും ഇല്ല ഗൈസ്. അപ്പോൾ പിന്നെ ഞാനത് മൂടി വെച്ച്, പിന്നെ വേണ്ടി ഈ പട്ടിക്കൂടെ അപ്പുറത്തെ പറമ്പായിരുന്നു. ഇത് ഇവിടെ ഇരിക്കുന്നത്, എന്തായാലും ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. അപ്പോൾ ഞാനാണ്ട് എല്ലാം ഇവിടെ ഞങ്ങൾക്ക് ആഞ്ഞലി ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞ് ഫുള്ള് ചൂടാന്നാണ് അമ്മച്ചി വേണം. 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല, തണുപ്പുണ്ട്. അപ്പോൾ പണ്ടത്തെ അമ്മച്ചിയുടെ മുല്ലയിൽ കുറേ മുട്ടിട്ടിട്ടുണ്ട്. പൂത്തൊഴിയുമ്പോൾ അടിപൊളി മണമായിരിക്കും. അപ്പോൾ അണ്ടെനിക്ക് ചെടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ അച്ചയുടെ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു. അച്ചയുടെയാണ് ഇത് ഫുള്ള് കുറേ പോയി. ഇപ്പോൾ ചേച്ചിയുടെ ഫാഷൻ ഷോ ആണ്. അമ്മച്ചിയുടെ ചുരിദാറിന് കൂടി കൊണ്ട് തന്നു. അപ്പോൾ ഇതിലേതാണ്ട് ചേച്ചിക്ക് മാച്ചിങ് എന്ന് പറയുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി. എന്നാൽ പിന്നെ കഴിച്ചേക്കാം. അപ്പോൾ ആദ്യമേ ഞങ്ങൾ 2 ദോശക്കകത്താക്കിയായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രെഡും ചിക്കനും കൂടെ കഴിക്കാമെന്ന് വെച്ച് അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചോറുണ്ടാക്കാം. പണ്ട് അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്, അതും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ച് ചിക്കൻ വറുത്തതും മാമ്പഴപ്പുളിശ്ശേരി സൂപ്പറായിട്ടുണ്ട്. അപ്പോഴാണ് അമ്മച്ചി പറഞ്ഞത്, എന്താ പിന്നെ പാത്രത്തോടെ എടുത്ത് വെച്ച് വീഡിയോ എടുക്കുവെച്ചെന്ന് പറഞ്ഞു. പണ്ടേ പാത്രത്തോട് കൂടി എടുത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഹാപ്പി ആവട്ടെ. 2 മാങ്ങണ്ടിയും ചെപ്പ് പോയി കിടന്നിറങ്ങി. സീ യു.